മാർക്കറ്റിങ്ങിന്റെ ഉദ്ദേശം ലീഡ് ഉണ്ടാക്കുക, കസ്റ്റമറെ നമ്മുടെ കടയുടെ മുന്നിൽ കൊണ്ടുവരിക. അത് വെറുതെ കൊണ്ടുവന്നാൽ പോലെ നല്ല ട്രാഫിക് ഉണ്ടാക്കി ഒന്നോ രണ്ടോ പേരെ കൊണ്ടുവരുന്നതിന് പകരം, ഹണ്ടിങ് ചെയ്ത് ഓരോരുത്തരെ കൊണ്ടുവരുന്നതിന് പകരം ഒരുപാട് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെ കസ്റ്റമർ പറയും പോയി പിടിച്ചുകൊണ്ട് വരിക. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് നമ്മൾ അറിയാതെ തന്നെ കുറെ ആൾക്കാർ വരിക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമ്മൾ KFC ചിക്കൻ കഴിക്കാൻ പോകുന്നു. അവരാരും തന്നെ നമ്മുടെ അടുത്ത് വന്ന് ഈ ചിക്കൻ വാങ്ങുമെന്ന് പറയാറില്ല. പക്ഷെ അതിന് പകരം അവർ പ്രത്യേക തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് നടത്തി നമ്മളെ അങ്ങോട്ട് ആകർഷിപ്പിക്കുകയാണ് ചെയ്യാറ്. അവരെ വന്ന് ഹണ്ടിങ് അല്ല, അവർ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ ലുലുവിൽ പോകുന്നു, ലുലു മാളിൽ പോകുന്നു, ഒരിക്കലും അവർ വന്നിട്ട് വരൂ വിളിക്കാറില്ല. പക്ഷെ നമ്മളെ ആകർഷിച്ച് അങ്ങോട്ട് പോകും. നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ലുലുവിൽ പോകുന്നു, നമ്മൾ അവിടെ പോകുന്നതിന്റെ ഉദ്ദേശം തന്നെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കസ്റ്റമറെ പിറകെ പോയി നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മുടെ കാര്യം കസ്റ്റമർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അതോറിറ്റി കസ്റ്റമർക്ക് ഉണ്ടാകും. പക്ഷെ ലുലു മാളിലാകുമ്പോൾ കസ്റ്റമറുടെ കാര്യം ലുലു മാളിലാണ് പ്രാധാന്യം കൂടുതൽ. KFCക്കാണ് പ്രാധാന്യം കൂടുതൽ. നമ്മളത് കഴിക്കാനും വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. മാർക്കറ്റിംഗ് രണ്ടു തരത്തിൽ ചെയ്യാം. നമ്മൾ അങ്ങോട്ട് പോയി ആൾക്കാരെ പിടിക്കുക. രണ്ടാമത്തെ കാര്യം, ആൾക്കാർ നമ്മളെ തേടി വരുത്തിപ്പിക്കുക. അങ്ങനെ വരുത്തിപ്പിക്കുന്നതിനെയാണ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയുക, ഏറ്റവും അധികം പ്രത്യേകത മാർക്കറ്റിങ്ങിന്റെ ഉദ്ദേശം തന്നെ ഫാമിംഗ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ തുടക്കക്കാരൻ എന്ന നിലയിൽ നമുക്കൊരിക്കലും ഫാമിംഗിലേക്ക് എത്താൻ കഴിയില്ല. നമ്മുടെ ഷോപ്പിലേക്ക് ആൾക്കാരെ കൊണ്ടുവരണം. ആദ്യം ചിലപ്പോൾ നമുക്ക് ഹണ്ടിങ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ ഒരു 4-5 വർഷമായി ഇപ്പോഴും ഹണ്ടിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റമർ ആരും അറിഞ്ഞു തന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എങ്കിൽ അത് നമ്മുടെ കുഴപ്പമാണ്, നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ കുഴപ്പമാണ്. മാർക്കറ്റിങ്ങിന്റെ ബേസ് എന്ന് പറയാൻ നമുക്ക് ഇതേപോലെ ആൾക്കാരെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.